4-ാമത്തെ ചോദ്യം. മോഹൻലാൽ ചെയ്ത കഥാപാത്രം കൊച്ചിയിലെത്തുന്നത് എന്തിനാണെന്നാണ് കോടതിയിൽ പറയുന്നത്? എ. സുഗന്ധവ്യഞ്ജനങ്ങൾ വിൽക്കാൻ. ബി. മയക്കുമരുന്ന് കച്ചവടത്തിന്. സി. വാഹന കച്ചവടത്തിന്. എത്ര സെക്കൻഡ് ഉണ്ട്? സമയമുണ്ടോ? സമയമില്ല, 20 സെക്കൻഡ്സ്. വാഹന കച്ചവടത്തിനാണോ സുഗന്ധദ്രവ്യത്തിനാണോ കൺഫ്യൂഷൻ. സെലിബ്രിറ്റീസ് വരുമ്പോൾ നമ്മൾ കുറച്ചൊന്നും സമയം അല്ലേ? സമയം തരല്ലേ? അയവ് തരും. വാഹന കച്ചവടത്തിനല്ല, സുഗന്ധം, മയക്കുമരുന്ന്, വാഹനം. കറക്കി കുത്താം. എനിക്ക് സുഗന്ധമാണോ വാഹനമാണോ എന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കാണ്. സുഗന്ധവാഹിനി, സുഗന്ധവ്യഞ്ജനങ്ങൾ വിൽക്കാൻ. ഏ, ഞാൻ എടുത്തിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്, കിടക്കട്ടെ അവിടെ കുറച്ചു നേരം. കഴിഞ്ഞ തവണ ഞാനൊരു ചോദ്യം ചോദിച്ചു, അസ്ഥാനത്താണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡിസ്നി വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ഡിസ്നി വിവാഹം കഴിച്ചിട്ടുണ്ടോ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് ചോദിക്കാൻ മനസ്സിൽ വന്നപ്പോൾ ഞാനങ്ങ് ചോദിച്ചാണ്. കാരണം ആദ്യത്തെ എപ്പിസോഡിൽ 5 ഇതളുണ്ടായിരുന്നു ആ സിനിമയിൽ, നമ്മുടെ ഡെയ്സിയിൽ. അത് 4 പേരും കല്യാണം കഴിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് തോന്നി ഡിസ്നി വിവാഹം കഴിച്ചു. അപ്പം ഞാനിങ്ങനെ നമ്മുടെ ഈ സംഭാഷണം നടക്കുന്നതിന്റെ ഇടയിലും ചിലപ്പോ ഇല്ലായിരിക്കും അങ്ങനെ. അപ്പോൾ അത്ര ഡൗട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴാണ് പറഞ്ഞത് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു. എന്താണ് അത്? നമുക്ക് ജീവിതത്തില് എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അതുപോലെ വലിയൊരു അബദ്ധമാണ് എനിക്ക് പറ്റിയത്. ഞാൻ വളരെയധികം കരുതലോടെ ജീവിക്കുന്നൊരു പെണ്ണാണ്. സിനിമാ ഫീൽഡിൽ വന്ന കാലം തൊട്ട് ഇന്ന് വരെ അങ്ങനെ അബദ്ധങ്ങളൊന്നും അധികം എനിക്ക് പറ്റിയിട്ടൊന്നുമില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് എൻ്റെ നിലനിൽപ്പ് എനിക്ക് ഹാപ്പിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സിനിമയിൽ ഞാൻ ഹാപ്പി തന്നെയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണത്. അത് കൂടി വന്ന് 2 മാസം. നമുക്ക് ശരിക്കും കല്യാണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പെണ്ണിനെ കെയർ ചെയ്യുന്ന ഒരാളാണ്. സംരക്ഷണം എപ്പോഴും ആവശ്യമാണ് ഒരു പെണ്ണിന്. അതാണ് അയാളിൽ നിന്ന് നമ്മൾ അതാ പ്രതീക്ഷിക്കുന്നത്. അല്ല, കെട്ടിക്കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ, എന്തെങ്കിലും പോട്ടെ, ഒന്നും നോക്കാതെ നിൽക്കുമ്പോൾ എന്തിനാ അതിനൊരു കല്യാണം എന്ന് പറയുന്നത്? ഏത് വർഷമായിരുന്നു? ഒരു 10 വർഷം മുമ്പായിരുന്നു. 10 വർഷം മുമ്പായിരുന്നു. 15 വർഷം മുമ്പ് തന്നെ പറയാം. അപ്പം അങ്ങനെ ഒരു ഇഷ്ടമായി, വളരെ സിമ്പിളായിട്ടൊരു നിക്കാഹ് പോലെ നടത്തി. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആള് നമ്മളെ കെയർ ചെയ്യില്ല, നോക്കില്ല, നമുക്ക് ഒരു പ്രയോജനമില്ല. വെറുതെ ഒരു കെട്ട് എന്ന് പറയുന്നതിന് നമ്മൾ നിന്ന് കൊടുത്തിട്ട് കാര്യമില്ല. എൻ്റെ കലാപരമായിട്ടുള്ള എനിക്ക് ഒരു പുരോഗതിയും തരുന്നില്ല, ഒന്നുമില്ല. എനിക്ക് ഞാൻ വിചാരിച്ചു കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ വേണ്ട, നമ്മൾ ഒതുങ്ങി ജീവിക്കാം എന്നായിരുന്നു എൻ്റെ ധാരണ. പക്ഷെ നമ്മൾ നോക്കാതെ ഇരുന്ന എൻ്റെ ഫാദറും മദറും ഞാൻ എന്ത് ചെയ്യും സാറേ നോക്കാണ്ട്? പുള്ളി ഒരു പൈസയും തരത്തില്ല, ഒന്നുമില്ല, വെറുതെ പേരിന് മാത്രം ഒരു ഭർത്താവ്. അങ്ങനെ വേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം പുള്ളിയുടെ ഫ്രണ്ട്സ് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, നല്ലത് എപ്പോഴും നമ്മൾ ഇതൊക്കെ എപ്പോഴും സ്പേസ് ഉണ്ട്, കലാജീവിതത്തിൽ ഇപ്പോഴും സ്പേസ് ഉണ്ട്. ഇപ്പോഴേ നമ്മൾ അതിനൊരു ഉത്തരം കണ്ടെത്തിയാൽ ജീവിച്ചു പോകാം മുമ്പോട്ട് എന്ന്. അപ്പൊ തോന്നിയപ്പോ അതങ്ങനെ കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ട്. അവര് വേറെ ഒന്നും എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാനിപ്പോ ഫുൾ ഹാപ്പിയാണ്. 15 വർഷം കൊണ്ട്. അയ്യോ നീ അല്ല ഇപ്പൊ നല്ല ഹാപ്പിയാണ്. ഇപ്പൊ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വേണമെന്ന് ആഗ്രഹിച്ചു. നമ്മളിപ്പോ ഒരു 5 വർഷമായിട്ട് നമ്മള് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങിച്ച് ഞാനും ബീന ആന്റണിയും കൂടി അതിപ്പം എല്ലാരും തുടങ്ങി. ഞങ്ങളായിട്ട് ലാസ്റ്റ് തുടങ്ങിയത്. അത് പോട്ടെ. പക്ഷെ മരണം വരെ മമ്മിയെ നോക്കുക, നമ്മുടെ മരണം വരെ നമ്മുടെ അമ്മയെ നോക്കുക. അമ്മയ്ക്കൊരു കോട്ടം തട്ടാതെ, അമ്മയാണല്ലോ നമ്മുടെ എല്ലാം സാറേ സപ്പോർട്ട്. അപ്പൊ ആ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ മരണം വരെ ഫാദറെ നോക്കി, ഇനി മരണം വരെ മദറെ നോക്കുക. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇനി ഓരോ കാര്യം. എന്തായാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ടെസ്നി. അതെ, ഒരു സുപ്രഭാതത്തില് ടെസ്നി എന്നെ ചിലപ്പോ ഫോൺ ചെയ്യും, ചേട്ടാ ഒരു വിശേഷം പറയാനുണ്ട്, അടുത്ത മാസം 12-ാം തീയതി എങ്ങനെയാണ്? ഞാൻ പറയും എന്താണ് കാര്യം? അല്ലേ, എന്റെ വിവാഹമാണ്. അല്ല, പക്ഷെ വേറൊരു കാര്യമുണ്ട് സാറേ. ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ മുകളിൽ ദൈവം എന്ന് പറയുന്ന ഒരാൾ വിധിക്കണം. ദൈവം എനിക്ക് ഇനി അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന്റെ വിധിയിൽ ഓക്കെയാണ്. പിന്നെ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു അബദ്ധത്തിലോ വേണ്ട എന്നാണ്. പക്ഷെ എനിക്ക് ദൈവം വിധിച്ചാൽ ഞാൻ സിനിമയിൽ സജീവമാവുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പൊ എല്ലാം അള്ളാഹുവിന്റെ കൃപ. യെസ്.
അപ്പോൾ എ സുഗന്ധവ്യഞ്ജനങ്ങൾ വിൽക്കാൻ. ആ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ അടുത്ത സെഗ്മെന്റ് രാജമാണിക്യം. രാജമാണിക്യത്തിൽ ഒരു ചോദ്യം, നോ ഓപ്ഷൻസ്, 10 seconds. റെഡിയാണോ? നോക്കാം സാറേ, നോക്കാം. ഇത്രേ ഉള്ളൂ. ക്ലൂ ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. എന്തെങ്കിലും കാണിക്ക്, പിക്ചർ ഒന്നും. എന്ത് പണിയാണ് ഒരു വല്ലാത്ത ഇടപാടാ. ഇപ്പൊ ഇത്രയും നേരം ഉത്തരൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു കൺസെഷൻ ഒക്കെ തരണ്ടേ? ആ, പറയാൻ പറ്റും. എളുപ്പത്തിലുള്ള ചോദ്യമാണ്. കേറാം. രാജമാണിക്യം. 2020 എന്ന സിനിമയുടെ സംഗീത സംവിധായകൻ ആരാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10, 9, ബേണി ഇഗ്നേഷ്യസ്. 7, പിന്നെ സുരേഷ് പീറ്റേഴ്സ്. 4. ശരിയാണല്ലോ. 3, 2, 1, 0. ശരിയാണോ? രണ്ടുപേരുണ്ടെന്ന് എനിക്കറിയാം. ബേണി ഇഗ്നേഷ്യസും ജോർജ് പീറ്റർ അല്ലേ? അല്ല, സുരേഷ് പീറ്റേഴ്സ്. ഉറപ്പാണോ? ഉറപ്പാ. സുരേഷ് പീറ്റേഴ്സ്, ബേണി ഇഗ്നേഷ്യസ്. ബേണി ഇഗ്നേഷ്യസ് ആണ് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്താ. ഉറപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. നോക്കാം. ടെസ്റ്റി പുലിയാണ് കേട്ടാ, പുലി. എന്താ പറയാ, ഭയങ്കര സംഭവമാണല്ലോ. 20,000 രൂപ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. ഈ മാസത്തെ കാര്യം ഓക്കെ. അപ്പൊ ഇതിൽ പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയൊന്നും വിചാരിച്ചു പോലില്ല ഞാൻ. എന്തായാലും പറയാം നേടാം എന്ന അമൃതയുടെ ഈ ഷോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അമൃത ചാനലിൽ ഞാൻ അങ്ങനെ റെയറാണ്. ആനീസ് കിച്ചണിലാണ് ഞാൻ വന്നിരുന്നത്. ഇപ്പൊ ഈ ഒരു ഷോയിലാണ് പങ്കെടുക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ടെസ്നിയുടെ നമ്മുടെ എന്താണ് ഈ സംവാദം. ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് നല്ല നിമിഷങ്ങൾ നമ്മൾ പ്രേക്ഷകർ കാഴ്ചവെച്ചു.